Hello students. Next, let us look at something that you have already studied in your previous class, even in your school days. What we have here is a circuit, and we have already said that in a circuit we may have nodes and we may have branches, and the branches are basically the connection between two nodes. ഇത് മറക്കരുത്. നോഡ് എന്താണെന്നും രണ്ട് നോഡിനെ കണക്ട് ചെയ്യുന്നതാണ് ബ്രാഞ്ച് എന്നും മറക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് ബ്രാഞ്ച് എന്നായിട്ടും പറയാം, അതേസമയം ഇതൊരു റെസിസ്റ്റൻസ് ആണല്ലോ. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ എലമെൻറ്റ് ഓൾസോ. വാട്ട് എലമെൻറ്റ്? സർക്യൂട്ട് എലമെൻറ്റ്. സർക്യൂട്ട് എലമെൻറ്റ്. അപ്പോൾ ഇതും ഒരു സർക്യൂട്ട് എലമെൻ്റ് ആണ്. കപ്പാസിറ്റർ ഒരു സർക്യൂട്ട് എലമെൻ്റ് ആണ്. ഇൻഡക്ടർ ഒരു സർക്യൂട്ട് എലമെൻ്റ് ആണ്. Okay. Now in this we have to see what are loops. What are loops? Loops are basically a circuitous path. It's a circuitous path. Circuitous path എന്ന് പറഞ്ഞാൽ എന്താ? വട്ടം തിരിഞ്ഞ് എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്തുന്നത്. അപ്പോൾ എക്സാക്ട്ലി അത് സർക്കിൾ ആവണമെന്നില്ല. So it's a circuitous path, okay, which ends in the node where it started. Where it started. So എവിടെയാണോ അത് തുടങ്ങിയത് അവിടെ തന്നെ അത് പോയിട്ട് എൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ, സി A, node A to B to C to D to E to F to H back to A. So നോക്കിക്കേ, ഔട്ടർ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. നോക്കിക്കേ, ഈ ഔട്ടർ ആയിട്ടുള്ള പാത്താണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ അതാണ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന നോഡ്. ഇപ്പം എന്തായത്? ഇതൊരു സർക്യൂട്ടസ് ആയിട്ടുള്ളൊരു പാത്താണ്. എവിടെ തുടങ്ങുന്നോ അവിടെ തന്നെ പോയി എൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവൻ ബി സി ജി എന്ന് പറയുന്നതും നമുക്കൊരു നോഡായിട്ട്, ഒരു വാട്ട് യു സേ, ലൂപ്പായിട്ട് പറയാൻ പറ്റും. സോ ബി സി ജി ബി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ എൻഡ് ചെയ്യുന്നു. isn't it? So it's like it started in B, it went to C, G and came back to B. So that is also a loop. ഇനി അതുപോലെ ഇവിടെ നമുക്ക് വേറെ ലൂപ്പും ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സി ഡി ഇ എഫ് ജി ബാക്ക് ടു സി. സോറി. So it is C, D, E, F, G back to C. So അതും ഒരു ലൂപ്പാണ്. ഇനിയുണ്ട് ഇതിനകത്ത് ലൂപ്പ്. ഏതാണ്? A, B, G, F, H, A. That is also a circuitous path. അങ്ങനെ ഇനിയും നമുക്ക് ഇതിനകത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാ നോക്കിക്കേ, ബി സി ഡി ഇ എഫ് ജി ബി. സോ അതും ഒരു സർക്യൂട്ടസ് പാത്താണ്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് സർക്യൂട്ടസ് പാത്തായിട്ട് വരയ്ക്കാം. ഈ സർക്യൂട്ടസ് പാത്തിനെ എല്ലാം നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കും. ലൂപ്പ് പോലെ തന്നെയാണ് മെഷ്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൂപ്പ് ആൻഡ് മെഷ്? മെഷ് ഈസ് എ ലൂപ്പ്, ഇറ്റ് ഈസ് എ ലൂപ്പ് ഇറ്റ് സെൽഫ്. സോ ഇറ്റ്സ് എ ലൂപ്പ് which cannot be further
divided. Further divided into what? Divided into smaller loops. Smaller loops. അതായത് നമുക്കിതിനകത്ത് ഒരുപാട് ലൂപ്സ് നമ്മൾ മേളിൽ വരച്ചു അല്ലേ? പക്ഷേ ആ ലൂപ്സ് എല്ലാം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ഔട്ടർ ലൂപ്പ് വരച്ചു. പക്ഷേ ഈ ഔട്ടർ ലൂപ്പിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റും ചെറിയ ലൂപ്പായിട്ട്. കാരണം നോക്കിക്കേ, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആ സെയിം ലൂപ്പിനെ രണ്ടായിട്ട് ഭാഗിക്കാം. ഇപ്പം ഞാൻ ഈ വരച്ച വലിയ ലൂപ്പിനെ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ലൂപ്പായിട്ടും ഭാഗിക്കാം, ഈ ഒരു ലൂപ്പായിട്ടും ഭാഗിക്കാം, ഇല്ലേ? സോ അതിനെ നമ്മൾ ലൂപ്പ് എന്ന് വിളിക്കാം. പക്ഷേ ഞാൻ ഈ വരച്ച വലിയ ലൂപ്പിനെ ഒരിക്കലും നമുക്ക് ഒരു മെഷ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ദാറ്റ്സ് എ ലൂപ്പ്, ദാറ്റ്സ് നോട്ട് എ മെഷ്. ഓക്കെ, അപ്പോൾ എന്താണ് മെഷ്? ഇത് നോക്ക്, ഇതൊരു ചെറിയ ലൂപ്പാണ്. ഇതിനെ ഇനിയും ഫർദർ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊരു മെഷാണ്. ഇതും നോക്ക്, ഇതൊരു ലൂപ്പാണ്. പക്ഷേ ഇതിനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇനിയും ചെറുതായിട്ട് നമുക്ക് രണ്ട് ചെറിയ ലൂപ്പായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഈ ഒരു ചെറിയ ലൂപ്പായിട്ട്, ഈ ഒരു ചെറിയ ലൂപ്പായിട്ട്. ഈ ഓരോ ചെറിയ ലൂപ്പിനെ ഇനിയും നമുക്ക് ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും മെഷാണ്. അങ്ങനെ ഏറ്റവും ചെറിയ ലൂപ്സിനെ നമുക്ക് മെഷ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് മെഷായിട്ട് വരിക? ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബി സി ജി ടു ബി, ദാറ്റ് ഈസ് എ മെഷ്. ഓക്കെ, so let me again write it. B, C, G, B, that's a mesh. Similarly, C, D, E, F, G, C is again a mesh. ഇനിയും ചെറിയ മെഷസ് ഉണ്ടോ? ഇനിയുണ്ട്. മൂന്നാമത്തെ ഒരെണ്ണം കൂടിയുണ്ട്. ഏതാ? എ, ബി, ജി, എഫ്, എച്ച്, എ. ഇതും ഒരു മെഷാണ്. അപ്പം ലൂപ്പ് എന്താണെന്നും മെഷ് എന്താണെന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഡെഫിനേഷനും നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റണം. വാട്ട്സ് എ ലൂപ്പ് ആൻഡ് വാട്ട്സ് എ മെഷ്. ഓക്കെ, now let us move to, before that let me end this session here.